നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് PR നൽകിയതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ സംപ്രേഷണം ചെയ്തിരുന്നു. ആ വാർത്തയിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് പല ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെയും PR ചെയ്തത് സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിരുന്ന, ഇടതുപക്ഷ അനുഭാവിയായിരുന്ന, അവരുടെ പ്രവൃത്തിയിലുടനീളം ദുരൂഹതകളുള്ള ഒരാൾ, അത്തരത്തിലുള്ള ഒരാൾ കേരളത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥികളിൽ 18ഓളം പേരുടെ PR ചെയ്തിരുന്നു എന്ന വാർത്തയായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഏതാണ്ട് 90% പേർ ഈ വാർത്ത ശരിയാണെങ്കിൽ അത് അന്വേഷിക്കണം, അതിനെ ആരാണോ അതിന് കാരണക്കാരായത് അവർക്കെതിരെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഗൗരവകരമായി തന്നെ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് ബി.ജെ.പിക്കാരും സംഘപരിവാറും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനൊപ്പം ഈ വിശ്വസിച്ച 90% വിശ്വസിച്ചെങ്കിൽ വിശ്വസിച്ച 90% പേരെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, ഒരുപക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു 10% കമൻറ്റുകളും അതിലുണ്ടായിരുന്നു. അതും തിരുവനന്തപുരം കേന്ദ്രമായുള്ള ചില വ്യാജ ഐഡികൾ, ചില പരിചയമുള്ള ഐഡികൾ ഒക്കെ അതിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിൽ ചില ഒരെണ്ണത്തിനോ മറ്റോ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആളെ എനിക്ക് നേരിട്ട് അറിയുന്ന ആളാണ്, അതുകൊണ്ടാണ് അതിൽ കമൻറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആരുടെ ആളാണെന്നും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത വ്യാജമാണെന്നും നിയോജകമണ്ഡലം കമ്മിറ്റിയും അവിടെയുള്ള ഭാരവാഹികളും നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമൊക്കെ ചേർന്നാണ് PR തീരുമാനിക്കുന്നത് എന്നായിരുന്നു അവരുടെ വാദം. അത് ശരിയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വാർത്ത, അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന നേതാക്കന്മാരുമായി സംസാരിപ്പിച്ച് ഡീൽ ഉറപ്പിച്ച ശേഷമാണ് ഓരോ സ്ഥാനാർത്ഥിയുടെയും അടുത്തേക്ക് ഈ പറയപ്പെടുന്ന ഏജൻസിക്കാരെത്തുമ്പോൾ അവരെ എല്ലാം വിളിച്ച് സംസ്ഥാന നേതാക്കളിൽ ചിലർ ഇത് അവർക്ക് തന്നെ PR കൊടുക്കണം എന്ന് പറയുന്ന രീതി ഉണ്ടായി. ഒരുപാട് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് ഈ ഏജൻസി വഴി എടുക്കണമെന്ന നിർബന്ധം പലപ്പോഴും പലരെയും ഇൻസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ എടുത്തില്ല കേട്ടോ, എല്ലായിടത്തും ചെന്നു എന്നാണ്. കെ സുരേന്ദ്രനും വി മുരളീധരനും അടുത്തുള്ള എല്ലാവരുടെയും അടുത്ത് ചെന്നു. അവർക്കൊക്കെ ആളെ അറിയാവുന്നതുകൊണ്ട് അവർ പിന്മാറി. ചിലർ ആളെ അറിയാതെ, ഏജൻസി അറിയാതെ അവർക്ക് പരിചയമുള്ള ചില ആൾക്കാർക്കൊക്കെ അവർ കൊടുത്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ തള്ളിപ്പോയ ചില സ്ഥാനാർത്ഥികളുമുണ്ട്. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടു, ഒരു പക്ഷേ എനിക്ക് PR കിട്ടാത്തത് കൊണ്ടാണോ ഞാൻ ഈ വാർത്ത നൽകിയതെന്ന്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജേർണലിസവും അതായത് മാധ്യമ പ്രവർത്തനവും പബ്ലിക് റിലേഷനും രണ്ടാണ്. അതായത് കേരള പ്രസ് അക്കാദമി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ 2 ശാഖകളെയും പഠിപ്പിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമ പ്രവർത്തനം എന്നത്. അതായത് ജനാധിപത്യം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാണ് ഈ മാധ്യമ പ്രവർത്തനം നമ്മൾ നടത്തുന്നത്. എവിടെയൊക്കെ അവകാശ നിഷേധമുണ്ടാകുന്നുവോ അവിടെ ഒരു തിരുത്തൽ ശക്തിയായി അത് വിളിച്ചു പറയാനുള്ള ആർജവം മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പബ്ലിക് റിലേഷൻ അങ്ങനെയല്ല. ഒരു സ്ഥാപനത്തിനാണെങ്കിൽ വ്യക്തിയും ക്ലയൻറ്റുകളും തമ്മിലുള്ള ആ ബന്ധം ഒന്ന് ഊഷ്മളമാക്കി കൊണ്ടുപോവുക, അതിന് ഏത് മാർഗവും സ്വീകരിക്കാം എന്നുള്ളതാണ്. അത്തരത്തിലാണ് പറയപ്പെടുന്ന PR ഉള്ളത്. ഇവിടെ സ്ഥാനാർത്ഥിയുടെ PR എന്ന് പറയുമ്പോൾ വാർത്ത കൊടുക്കലല്ല. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിച്ച് ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത്, സ്ഥാനാർത്ഥി രാവിലെ പ്രചരണത്തിന് പോകുമ്പോൾ സ്ഥാനാർത്ഥിയോടൊപ്പം പോയി സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഈ മാറി വന്ന കാലത്ത് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ തരപ്പെടുത്തി കൊടുത്ത് ഇൻ്റർവ്യൂ നടത്തിച്ച് അത്തരത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതായത് അടിമുടി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ സ്ഥാനാർത്ഥിയോടൊപ്പം, സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകുന്നു അവിടേക്ക് പോയി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി സ്ഥാനാർത്ഥിയുടെ ഒരുപക്ഷെ ഉള്ള ഇമേജ് ഒന്ന് കൂടുതൽ ബൂസ്റ്റ് ചെയ്യുക. ഇനി ഇമേജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, ഏതെങ്കിലുമൊക്കെ വ്യാജ നിർമ്മിതികളിലൂടെ ഇവരെ വലിയ സംഭവങ്ങളാക്കി ചിത്രീകരിക്കുക. ഇതാണ് PR-ൻ്റെ പണി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു PR-ഉം ഒരാളുടെയും ചെയ്യാൻ പോയിട്ടില്ല, ചെയ്യാൻ പോകില്ല. ഇനിയും മേലാൽ അത്തരം ചോദ്യങ്ങൾ ചെയ്യരുത്. ഞാൻ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളാണ്. എൻ്റെ വാക്കുകൾക്ക് മൂല്യമുണ്ട് എന്ന് എനിക്ക് ബോധ്യവുമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഇനി അത് മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
അവിടെയാണ് ഈ സ്ഥാനാർത്ഥികളെ, അതായത് സംസ്ഥാന നേതാക്കന്മാരുമായി ഡീലുറപ്പിച്ച് സംസ്ഥാന നേതാക്കന്മാർ പല മണ്ഡലങ്ങളിലും വിളിച്ച് അവരെ കൃത്യമായി തന്നെ പറഞ്ഞ് അങ്ങനെ PR എടുപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഈ സംസ്ഥാന നേതാക്കൾക്ക് തീർച്ചയായും ലാഭമുണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ സംഘപരിവാർ അനുകൂലിയായ ഏതെങ്കിലും ഒരാളാണ് വരുന്നതെങ്കിൽ അവരോട് കമ്മീഷൻ ചോദിക്കാൻ ഈ സംസ്ഥാന നേതാക്കൾക്ക് കഴിയില്ല. പല രീതിയിലും പല ഡീലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നപ്പോഴും ആ ഡീലുകളിലെല്ലാം കോടിക്കണക്കിന് രൂപ കമ്മീഷൻ ഓരോ നേതാക്കന്മാരും പറ്റിയിട്ടുണ്ട് എന്നതിൻ്റെ കഥകൾ ഓരോന്നായി പുറത്തു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണം ഉണ്ടാക്കിയത്, ഏതൊക്കെ ഡീലിലാണ് അഴിമതി നടന്നിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഏതൊക്കെ നേതാക്കന്മാരാണ് ഇതൊക്കെ പണം സമാഹരിച്ചിട്ടുള്ളത്, ആരൊക്കെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ഞാൻ പുറത്തുവിടും. അതിലൊരു സംശയം വേണ്ട. ഇവിടെ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരെ ഒരുപക്ഷെ ചില മാധ്യമപ്രവർത്തകർ PR-കാരാകും. കാരണം അവർക്ക് മാധ്യമപ്രവർത്തനം വഴങ്ങില്ലെങ്കിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ PR-കാരാകും. ഇപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയത് ജന്മഭൂമി ദിനപത്രത്തിലാണ്. അതിനുശേഷം റിപ്പോർട്ടറിലും ന്യൂസ് 18ലും, അതായത് പ്രിന്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഞാൻ മാധ്യമപ്രവർത്തനം നടത്തി. ചില രാഷ്ട്രീയ കാരണങ്ങൾ, ചില വ്യക്തിപരമായ കാരണങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ന്യൂസ് 18ൽ വെച്ച് മാധ്യമപ്രവർത്തനം, അതായത് മുഖ്യധാരാ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ സ്വയം ഞാനൊരു സ്ഥാപനം കെട്ടിപ്പടുക്കുകയും ആ സ്ഥാപനവുമായി മാധ്യമപ്രവർത്തകയാകുമെന്ന ലേബലിൽ മുന്നോട്ട് പോവുകയും തന്നെയാണ്. ഒരിക്കലും ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം കൊണ്ട് PR ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഇമേജ് ഇല്ലാത്ത ഇമേജ് ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ പണം വാങ്ങാറുമില്ല. ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പല മാധ്യമപ്രവർത്തകർക്കും BJP ഓഫീസിൽ നിന്ന് മാധ്യമ സ്ഥാപനങ്ങൾക്ക്, പ്രവർത്തകർക്കല്ല മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ടാകും. അത് പരസ്യമാണ്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്നതാണ്. അതിനെ യഥാർത്ഥത്തിൽ PR എന്നോ അത് പണം മുടക്കിയുള്ള പ്രചാരവേലയെന്നോ പറയാൻ കഴിയില്ല. എന്നാൽ അതല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ PR എന്ന് പറയുമ്പോൾ ഇവരെ ആരാണ് എന്ന് അന്വേഷിക്കാതെയല്ല, കേരളത്തിലെ നേതാക്കന്മാർക്ക് അറിയാത്തതല്ല ഇത്തരത്തിലുള്ള PR വേലകൾ ഇവരെ ഏൽപ്പിക്കുമോ. യഥാർത്ഥത്തിൽ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സംഘപരിവാർ അനുകൂലികളായി ആർക്കെങ്കിലും ഇതൊക്കെ കൊടുത്താൽ, അതുകൊണ്ടാണ് പുറത്തുനിന്നും വരുന്ന മറ്റ് ആൾക്കാരെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത്തരം ആൾക്കാരെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇത്തരത്തിൽ കമ്മീഷൻ സമാഹരിക്കുന്നത്. നമ്മളൊരു 2011-15 തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ഒരു ഓഫീസ് സെക്രട്ടറി ഏതാണ്ട് 95 ലക്ഷം രൂപയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചത്. അത്തരത്തിൽ കോടികൾ ഈ തെരഞ്ഞെടുപ്പിലും മറിഞ്ഞിട്ടുണ്ട്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഈ പറയപ്പെടുന്ന ക്യാപ്സൂൾ ഇറക്കിയവർ പറയുന്നത് എതിർ ശബ്ദങ്ങളെ അനുകൂലമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള PR നൽകിയത് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് PR എന്ന് ഞാൻ വിശദീകരിച്ചു പറഞ്ഞു. അതിൽ എതിർ ശബ്ദങ്ങളെ അനുകൂലമാക്കുക എന്നൊരു കാര്യമേ ഇല്ല. ഇപ്പോൾ അപർണ സെന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ അപർണ സെന്നിനോട് എന്തെങ്കിലും ചോദിച്ചാലും ഒരു അനുകൂല സംസാരവും അപർണ സെന്നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞ വാക്കുകളെല്ലാം അതേപടി വിഴുകി സംഘപരിവാർ ഫണ്ടിങ് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന അപർണ BJP ഓഫീസിൻ്റെ പടി കയറി അവിടെ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മാറ്റി പറയുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും 3 കോടി രൂപയിലധികം രൂപ അവർക്ക് പല സ്ഥാനാർത്ഥികളിൽ നിന്നായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മാധ്യമ പ്രവർത്തകർ, ഇപ്പോൾ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ്, അങ്ങനെയുള്ളവർ ചില മാധ്യമ സ്ഥാപനങ്ങൾക്കൊക്കെ സാധാരണഗതിയിൽ പരസ്യം എന്ന രീതിയിൽ പണം നൽകാറുണ്ട്. അവർ ചിലപ്പോൾ ഒരുപക്ഷേ ഈ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും അല്ലുള്ളവരുമൊക്കെ അനുകൂലമായി ചിലപ്പോൾ സ്റ്റോർ ചെയ്തേക്കാം. അപ്പോൾ അതിൽ വലിയ സംഘപരിവാർ ഇടങ്ങൾ ഞാൻ നോക്കിയാൽ ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒന്നും സംഘപരിവാറിന് വലിയ രീതിയിൽ എതിരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് തോന്നില്ല. കാരണം അത് അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ കൂടെ ഭാഗമാണ്. സംഘപരിവാറിന് അനുകൂലമായി വാർത്ത ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും ഒക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെ ജീവിക്കുന്നത് തന്നെ ഏതാണ്ട് സംഘപരിവാറിൻ്റെ 90% വരുന്ന സംഘപരിവാർ അനുകൂലികളായി ചമയുന്നത് പോലും ഈ പലപ്പോഴും പല മാധ്യമ സ്ഥാപനങ്ങൾ നമുക്കറിയാമല്ലോ, യൂട്യൂബേഴ്സായിട്ടുള്ള വലിയ മാധ്യമ സ്ഥാപനങ്ങളായി കടന്നു വന്നിട്ടുള്ള മറുനാടൻ മലയാളി അടക്കമുള്ളവർ ഏതെങ്കിലും BJPക്ക് അനുകൂലമായി പറയുന്നത് അവർക്ക് റീച്ച് കൂടാൻ വേണ്ടിയാണ്. അത് നമുക്കറിയാം. അല്ലാതെ യഥാർത്ഥത്തിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടല്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഇപ്പോൾ അത് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ്. അതായത് എതിർ ശബ്ദങ്ങളെ അനുകൂലമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഓരോ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള PR നൽകിയത് എന്ന വാദമൊക്കെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ബുദ്ധിയില്ലാത്തവർ വിശ്വസിച്ചേക്കാം, പക്ഷേ ബുദ്ധിയുള്ളവർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം
ഈ PR ചെയ്യുന്നത് സ്ഥാനാർത്ഥിയോടൊപ്പം സ്ഥാനാർത്ഥിയുടെ ചിത്രമെടുത്ത്, സ്ഥാനാർത്ഥിയുടെ വീഡിയോ എടുത്ത്, സ്ഥാനാർത്ഥിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? മുഴുവൻ ഡേറ്റയും അവരുടെ കയ്യിലെത്തുന്നു എന്നാണ്. ആരാണ് ആ മണ്ഡലത്തിൽ പ്രചരണത്തിന് ചുക്കാൻ വഹിച്ചത്? ആരുടെയൊക്കെ വോട്ടുകളാണ് ക്യാൻവാസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഏതൊക്കെ ആൾക്കാരാണ് അവിടെ സ്ട്രാറ്റജി തീരുമാനിച്ചിട്ടുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കമുള്ള മുഴുവൻ ഡേറ്റകളും കേരളത്തിലെ ഈ 18 മണ്ഡലങ്ങളിലെയും RSSന്റെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരുടെ ഡേറ്റകൾ ഇത്തരത്തിൽ അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ സുരക്ഷിതത്വത്തിന്, BJPയുടെ പ്രവർത്തകർക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വത്തിന് BJP ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനം നടത്തുന്നതിന് ഒക്കെ തിരിച്ചടിയാവുന്ന തരത്തിലുള്ള ഡേറ്റകളടക്കം അവരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ഇപ്പോൾ പല നേതാക്കന്മാരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പല നേതാക്കന്മാരും പല ഗ്രൂപ്പുകാരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട്, അതായത് എതിർ ശബ്ദങ്ങളെ അനുകൂലമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മറഞ്ഞിരുന്നുകൊണ്ട്, അതായത് കേരളത്തിൽ ആർക്കും അറിയാതെ കർട്ടന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപർണ സെന്നിന്റെ ശബ്ദം എതിർ ശബ്ദത്തെ അനുകൂലമാക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നേതാക്കൾ നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പറയുന്നവരോട് പറഞ്ഞോളൂ, എന്നെ പോലുള്ള ഒരാൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ചില നേതാക്കന്മാർക്ക് പണം ഉണ്ടാക്കാനുള്ള ഡീലായാണ് ഇതിനെ ഉപയോഗിച്ചത് എന്ന് വ്യക്തമാവുകയാണ്.